Hi, welcome back to our class. In last, I have given a brief idea of research design and types of research design. Only one type of research design is discussing that is exploratory research design. നമ്മളവിടെ exploratory research design കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. There is three types of research design. First one exploratory, second one descriptive, third one casual research design. Casual research design is also known as experimental research design. Then we will discuss about the descriptive research design. Descriptive research design, it only focuses the suggestions. That means it has nothing to do with suggesting ways and means to solve the problem. Suggest ചെയ്യുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ചെയ്യാനുള്ളത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മറ്റൊന്നും ചെയ്യുന്നില്ല. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ഈസ് അക്വയർ നോളജ്. നോളജ് അക്വയർ ചെയ്യുക എന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ചില സന്ദർഭങ്ങളിൽ റിസർച്ചർക്ക് ചില ഫീൽഡ്സിൽ യഥാർത്ഥ പ്രോബ്ലത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ദ റിസർച്ചർ യൂസസ് ദ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. ദ മേജർ പർപ്പസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പേഴ്സൺ, സിറ്റുവേഷൻ, എക്സെട്ര എക്സെട്ര. ദെൻ ഇതില് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ഓൺലി ദ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സജഷൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുള്ളൂ. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് അത് റിസർച്ചർക്ക് ക്ലിയർ ആയി കിട്ടുന്നില്ലെങ്കിൽ he uses the descriptive research design. Next, the various steps are involved in the descriptive studies. Descriptive studies involve various steps എന്തൊക്കെയാണ്? First one, formulation of the research question or research problem. Formulate ചെയ്യുക, research questions research problems formulate ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. Second one, selecting the relevant sites and subject. റെലവെന്റ് ആയിട്ടുള്ള പ്ലേസസ്, ഏതൊക്കെ പ്ലേസസ് ആണ് ആവശ്യം എന്നുള്ളത്, ഇത് റിസർച്ച് നടത്താൻ ആവശ്യമായിട്ടുള്ള പ്ലേസസ്, അതുപോലെ തന്നെ ആ റിസർച്ച് നടത്താനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സബ്ജക്ട്സുകൾ സെലക്ട് ചെയ്യാം. തേർഡ് വൺ, കളക്ഷൻ ഓഫ് റിസർച്ച് ഡാറ്റ. ഇനി റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റാസിനെ കളക്ട് ചെയ്യണം. ദെൻ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഫൈനലി റൈറ്റ് അപ്പ് ദ ഫൈൻഡിങ്സിനെ റൈറ്റ് അപ്പ് ചെയ്യുക. ആൻഡ് കൺക്ലൂഷൻസ് ഉണ്ടാക്കുക. ഇത്രയൊക്കെയാണ് എന്തിന്റെ ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് കാഷ്വൽ റിസർച്ച് ഡിസൈൻ ഓർ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. കാഷ്വൽ ഓർ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ആണ് തേർഡ് പോയിന്റ്. I think you are all know about the casual research. Looks at cause-effect relationship only. The casual research looks at the cause-effect relationship. The experimental method includes the experimental method based on experiments. It is the tools of physical science. Now it is widely used in social science. ഈ ഭൗതിക ശാസ്ത്രത്തിലായിരുന്നു പണ്ട് കാലത്തൊക്കെ ഈ റിസർച്ച് കാഷ്വൽ റിസർച്ച് ഡിസൈൻസ് യൂസ് ചെയ്തതെങ്കിലും ഇന്ന് സോഷ്യൽ സയൻസസിലും നന്നായി ഉപയോഗിക്കുന്നുണ്ട്. എക്കണോമിക്കൽ സ്റ്റഡീസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കാഷ്വൽ റിസർച്ചുകൾ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതിൽ എക്സ്പെരിമെന്റ് പ്രൊവൈഡ് ഗ്രേറ്റർ certainty. These types of experiment provides the greater certainty and greater efficiency by making possible and simultaneous gathering of various facts. അതായത് പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സുകളായിട്ടാണ് ഏത് കാഷ്വൽ റിസർച്ച് അഥവാ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻസ് പോകുന്നത്. വളരെ നല്ല രീതിയിൽ എക്സ്പെരിമെന്റ് നടത്താൻ എന്ത് ചെയ്യണം, ഈ കാഷ്വൽ റിസർച്ചുകളും അതുപോലെ തന്നെ ഈ കാര്യങ്ങളും ശ്രദ്ധിക്കണം. There are two types of experiments. രണ്ട് ടൈപ്സ് എക്സ്പെരിമെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ലബോറട്ടറി എക്സ്പെരിമെന്റ് ആൻഡ് ഫീൽഡ് എക്സ്പെരിമെന്റ്. The types of experiments are we already discussed, but I will explain the laboratory experiments now. It takes place in a laboratory. ഇത് ലബോറട്ടറിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇവിടെ റിസർച്ചർ തനിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡീസിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെരിമെന്റ് നടത്തുന്നത്. Then next ആണ് ഫീൽഡ് എക്സ്പെരിമെന്റ്. സെക്കൻഡ് വൺ ഫീൽഡ്. ഇവിടെ റിസർച്ചർ എന്ത് ചെയ്യുന്നു, experiment occur in the live
സെറ്റിംഗ്സ്, സ്വന്തം ജീവിതത്തിന്റെ സെറ്റിംഗ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫീൽഡ് എക്സ്പെരിമെന്റ്സ് നടത്തുന്നത്. ഇൻ അതർ വേർഡ്, ദ സ്റ്റഡി ഈസ് കണ്ടക്ടഡ് ഇൻ നാച്ചുറൽ സെറ്റിംഗ്സ്, നാച്ചുറൽ ആയിട്ടുള്ള സെറ്റിംഗ്സിൽ ഫീൽഡ് എക്സ്പെരിമെന്റ്സ് ഡയറക്റ്റ് ആയിട്ട് അവിടെ ചെന്ന് കണ്ട് ആ നാച്ചുറൽ സിറ്റുവേഷൻസിൽ നമ്മൾ എടുക്കുന്നതാണ് എന്ന് പറയുന്നത് ഫീൽഡ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് we are build that types of experiment settings, but it is a natural field experiments is natural, and natural settings are there. Field experiment is most suitable in the case of business research. In laboratory experiments, compared to the laboratory experiments, the field experiment is most suitable for the research, business research. Then how the experiments are conducted. എങ്ങനെയാണ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ചെറിയ ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റ്സ് ആണെങ്കിൽ ദ റിസർച്ചർ മേക്സ് 2 groups and the first group is known as program group, or it is also known as treatment group. The next other group is known as control group. The program group is only gets the program. That control group never gets the program. Then groups are treated as the same, and the researcher രണ്ട് ഗ്രൂപ്പിൽ നിന്നുള്ളവരെയും ഔട്ട്കംസ് എന്ത് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഔട്ട്കംസ് എന്ത് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ types of experimental design. First one, classical experimental design. Classical experimental design comprises the following elements. First one, random assignment. Random assignment ആണ് ഏതിലുണ്ടായിരിക്കുക, ഈ എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സിൽ റാൻഡം അസൈൻമെന്റ് ആണ് ഉണ്ടായിരിക്കുക. Then next ആണ് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ബോത്ത് ഓഫ് ദ ഗ്രൂപ്പ്സ്. അത് കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്സും തമ്മിലുള്ള അവരുടെ പ്രീ ടെസ്റ്റിംഗ്, മുൻപുള്ള ടെസ്റ്റിംഗ്. അതായത് ഈ എക്സ്പെരിമെന്റിന് മുൻപുള്ളതും പോസ്റ്റ് ടെസ്റ്റിംഗും നടത്തുന്നുണ്ട്, അത് എക്സ്പെരിമെന്റിന് ശേഷമുള്ള ടെസ്റ്റിംഗ്. പിന്നെ മാനിപ്പുലേഷൻ ഓഫ് ദ എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ് മാനിപ്പുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസസ്, പോസ്റ്റ് ടെസ്റ്റിന്റെയും പ്രീ ടെസ്റ്റിന്റെയും ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കണം. അത്രയൊക്കെയാണ് ഏതിന്റെ ക്ലാസിക്കൽ എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ ഘടകങ്ങൾ, കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ റാൻഡം അസൈൻമെന്റ്, സെക്കൻഡ് വൺ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ബോത്ത് ഓഫ് ദ ഗ്രൂപ്പ്സ്, തേർഡ് വൺ മാനിപ്പുലേഷൻ ഓഫ് ദ എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ്, ദെൻ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ 2 groups, പോസ്റ്റ് ടെസ്റ്റിംഗ് ഓഫ് ദ 2 groups, ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ഗ്രൂപ്പ്സ് പ്രീ ആൻഡ് പോസ്റ്റ് സ്കോർ is. That is the classical experimental designs. The next one, the Solomon 4 group design. ഇതിൽ തന്നെ ഒരു 4 group designs കൂടി ഉണ്ട്. There has 4 groups. 2 of the groups receive the treatment and the 2 of the groups is not. The 2 of the groups receive the experiment pre-test. Next 2 of the groups does not. അതിൽ റാൻഡം ആണ് ആദ്യത്തെ 2 ഗ്രൂപ്പ്സിനെ കിട്ടുന്നുള്ളൂ, രണ്ടാമത്തെ ഗ്രൂപ്പിന് കിട്ടുന്നില്ല. നെക്സ്റ്റ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഇതിലെന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്വാസി എക്സ്പെരിമെന്റൽ അസൈൻമെന്റിനെ എങ്ങനെയാണ്, നോട്ട് റാൻഡം, വിത്തൗട്ട് റാൻഡം അല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഇതിലുള്ളത്. റാൻഡംലി അല്ല, 1 by 1 ആയി സിസ്റ്റമാറ്റിക് ആയിട്ടല്ല, റാൻഡംലി അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത്തരം ഗ്രൂപ്പിനെയാണ് എന്ന് പറയുന്നത് അത്തരം ഗ്രൂപ്പുകളോട് കൂടിയുള്ള എക്സ്പെരിമെന്റൽ ഡിസൈനെയാണ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ ഓർ ഫാക്ടോറിയൽ ഡിസൈൻസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻസ് ആൻഡ് ഫാക്ടോറിയൽ ഡിസൈൻസിൽ ദ റിസർച്ചർ ക്യാൻ എയ്തർ ഡയറക്ട്ലി നേരിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ദ പ്രോഗ്രാം ആൻഡ് ഓർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഗ്രാം. ഡയറക്റ്റ് ആയിട്ട് ഈ റിസർച്ച് നടത്തുന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പ്സ് വഴിയല്ലാതെ ഡയറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഡിസൈൻ ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ. There is another type of experimental design also, that is purely post design. ഈ ഡിസൈനിൽ സാധാരണയായിട്ട് എക്സ്പെരിമെൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ എങ്കിൽ ദാറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഈസ് നോൺ ആസ് പ്യുവർലി പോസ്റ്റ് ഡിസൈൻ. For example, a booklet on personality development was sent to a group of 200 students of your college. After 1 month, the group along with the another group of 200 students which
booklet was not sent were invited to attend a class on personality development to be conducted in college. കോളേജിൽ കണ്ടക്ട് ചെയ്യുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സിന് ബുക്ക്ലെറ്റ് കിട്ടിയിട്ടുള്ള 200 പേരും അതുപോലെ തന്നെ ബുക്ക്ലെറ്റ് കിട്ടാത്ത 200 പേരും കൂടിയിട്ടാണ് 200 പേരെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ദർ വാസ് എ ടേൺ ഔട്ട് ഓഫ് 150 സ്റ്റുഡൻസ് ഫ്രം ദ ഫസ്റ്റ് ഗ്രൂപ്പ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടേൺ ഔട്ട് എന്ന് പറയുന്നത് 150 ഫസ്റ്റ് 200 സ്റ്റുഡൻസ് ഉള്ള ഗ്രൂപ്പിൽ നിന്ന് 150, രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് 50 അത് ദ ഡിഫറൻസ് ഓഫ് 100 ഈസ് സപ്പോസ്ഡ് ടു ബി ദ എഫക്റ്റ് ഓഫ് ബുക്ക്ലെറ്റ്സ്. ശരിക്കും ആ ഡിഫറൻസ് 100ൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ബുക്ക്ലെറ്റിൻ്റെ കിട്ടിയവരിലും ഉണ്ട് കിട്ടാത്തവരും ഉണ്ട്. അതിൽ അങ്ങനെയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടിയവരിൽ നിന്നും നമുക്ക് ചിലപ്പോൾ എഫക്റ്റ് കിട്ടണമെന്ന് ഇല്ല. Some important terms of this chapter. First, extraneous variable. Extraneous variables are all variables which are not the independent variable but could affect the results of the experiment. ഇതൊരിക്കലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല. ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വി ആർ ഓൾറെഡി സ്റ്റഡീഡ്. കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്. ഇവിടെ ഈ എക്സ്ട്രോണിയസ് വേരിയബിൾസിന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല, പക്ഷേ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സ്പെരിമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ഓൾ ദ അതർ വേരിയബിൾസ് ദാറ്റ് കുഡ് എഫക്ട് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ടു ചേഞ്ച് മസ്റ്റ് ബി കൺട്രോൾഡ്. പക്ഷേ എല്ലാ മറ്റു വേരിയബിൾസിനെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എഫക്റ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ദീസ് അതർ വേരിയബിൾസ് ആർ കോൾഡ്. ഈ മറ്റു വേരിയബിൾസിനെയാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന മറ്റു വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ട്രോണിയസ് വേരിയബിൾസ് ഓർ കോൺഫൗണ്ടിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. കോൺഫൗണ്ടിങ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല, പക്ഷെ അതെന്ത് ചെയ്യുന്നു, നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട്സിനെ വളരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുവെങ്കിൽ അത്തരം വാരിയബിൾസിനെയാണ് എന്ന് പറയുന്നത് എക്സ്ട്രോണിയസ് വാരിയബിൾസ് എന്ന് പറയുന്നത്. ഇവിടെ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അല്ല, ചേഞ്ച് ആണ് ആര് വരുത്തുന്നത്, ഇവ. cohort study. A cohort study is a particular form of longitudinal study that samples a cohort performing a cross-section at intervals through time. It is a type of panel study where the individuals in the panel share a common characteristics. ഒരേ സ്വഭാവമുള്ള ഇൻഡിവിജ്വൽസ് ഒരു പാനലിൽ ഇരുന്ന് അവരുടെ ഒരേ സ്വഭാവ സവിശേഷതകൾ ഷെയർ ചെയ്യുന്നു. അത് ഒരേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുവെങ്കിൽ ദാറ്റ് സ്റ്റഡി ഈസ് നോൺ ആസ് കൊഹോർട്ട് സ്റ്റഡി. അത് ശരിക്കും ഒരു പ്രാദേശികപരമായിട്ടുള്ള സ്റ്റഡിയാണ്. അതിൽ പ്രാദേശികപരമായിട്ടുള്ള സാമ്പിൾസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൊഹോർട്ട് സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്നത്. അതായത് പെർഫോമിങ് എ ക്രോസ് സെക്ഷൻ അറ്റ് ഇൻ്റർവെൽസ് ത്രൂ ടൈം, അതായത് ഓരോ ഇടവേളകളിലും പരസ്പരം ഉള്ള ഒരു പാനലായിട്ടിരുന്നിട്ട് ആ പാനൽ നടത്തുന്ന സ്റ്റഡിയാണ് ഇതെന്ന് പറയുന്നത് കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. Students, this is the last portion of our third chapter. You should study it with detailing and prepare notes. We discussed in this chapter the first one, research design, definitions, types of research designs, etc. We will see next week with our next new chapter. This is Shabina. Bye.